സഹോദരങ്ങളെ, മരണത്തിന് സമയമില്ല, വർഷമില്ല, ഒന്നുമില്ല. ധനികനെന്നോ സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നുമില്ല. മറിച്ച് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നാം ഓരോരുത്തരും മരിക്കും. മലക്കുൽ മൗത്ത് നമ്മിലേക്ക് കടന്നു വരും. അള്ളാഹു റൂഹ് പിടിക്കാൻ നിശ്ചയിച്ച മലക്കാണ് മലക്കുൽ മൗത്ത്. ഖുൽ പറയുക, തവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ ഉക്കില ബിക്കും. നിങ്ങളുടെ ആത്മാവ് പിടിച്ചെടുക്കാൻ ഏറ്റെടുക്കാൻ നിശ്ചയിക്കപ്പെട്ട മലക്കുൽ മൗത്ത്. ആ മലക്കുൽ മൗത്തിന് സഹായികളുണ്ട്. ആ മലക്കുൽ മൗത്ത് സഹോദരങ്ങളെ നമ്മിലേക്ക് കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രണ്ട് വിഭാഗക്കാരുടെ മരണം നമുക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നു. രണ്ട് വിഭാഗക്കാർ എങ്ങനെയാണ് മരിക്കുക എന്നത്. അഥവാ മുഅ്മിൻ. രണ്ടാമത്തെ വിഭാഗം കാഫിർ, അതല്ലെങ്കിൽ ഫാജിർ, തിന്മകളിൽ മുഴുകിയവൻ. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനിന്റെ അടുത്തേക്ക് അവന്റെ മരണസമയം ആസന്നമായി കഴിഞ്ഞാൽ മലക്കുകൾ വരും. ആ മലക്കുകളുടെ അവസ്ഥ ബീദുൽ വുജൂഹ്, പ്രകാശപൂരിതമായിരിക്കും അവരുടെ മുഖങ്ങൾ. കഅന്ന വുജൂഹഹും ശംസ്, സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന രൂപത്തിലായിരിക്കും മുഅ്മിനിന്റെ അടുക്കലേക്ക് വരുന്ന മലക്കുകളുടെ രൂപം. അവരുടെ കയ്യിൽ മഅഹും കഫനുൻ മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവ ഉണ്ടാകും. വഹനൂതും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള പരുത്തി സുഗന്ധദ്രവ്യം അതുണ്ടായിരിക്കും. അങ്ങനെ മുഅ്മിനിനോട് പറയും, അയ്യതുഹൻ നഫ്സുത് തയ്യിബ, നല്ല ആത്മാവേ, സമാധാനമടഞ്ഞ ആത്മാവേ, പുറത്തേക്ക് വരൂ എന്ന് പറയും. അപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്രതു മിൻ ഫിസ്ഖാ, ഒരു കൂജയിൽ നിന്ന്, വെള്ളത്തിന്റെ കൂജയിൽ നിന്നും വെള്ളം ഒഴിക്കുന്നത് പോലെ മൃദുലമായ രൂപത്തിൽ മുഅ്മിനിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരും. ഈ രംഗത്തെക്കുറിച്ച് സഹോദരങ്ങളെ, എല്ലാ മുഅ്മിനീങ്ങളുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണസമയം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് വഫാത്താകുന്ന രംഗം ഇത്ര മൃദുലമായിട്ടാണ് മുഅ്മിനിന്റെ റൂഹ് പുറത്തേക്ക് വരിക എങ്കിലും അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇന്നലിൽ മൗതി സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് സക്കറാത്തുണ്ട്, മരണത്തിന് വെപ്രാളമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അവിടുന്ന് വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാം. ഇനി സഹോദരങ്ങളെ, മഹാനായ സഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മകന് വിശദീകരിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണമാസന്നമായി കിടക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു ഈ വിഷയം മരിക്കുന്ന സമയത്ത് ആ രംഗം ബുദ്ധിയുള്ള ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരാളെ അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പിതാവ് മകനെ വിശദീകരിച്ചു കൊടുക്കുന്നു, യാ ബുനൈ, ഓ മോനെ, അൽ മൗതു അഅ്ളമു മിൻ അൻ യൂസഫ്, മോനെ, മരണം എന്നത് വിശദീകരിക്കാൻ വിശേഷിപ്പിക്കാൻ മാത്രം സാധിക്കാത്ത ഒന്നാണ്. എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്ന് ഒരിക്കലും കൃത്യമായി വിശദീകരിക്കാൻ വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. വലാകിൻ സഅസിഫു ലക മിൻഹു ശൈഅ, മറിച്ച് നിനക്ക് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വല്ലാഹി, അല്ലാഹുവാണ്, കഅന്ന അലാ കതിഫയ്യ ജബല ളുവാ, എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് ളുവാ പർവ്വതം എന്റെ ചുമലിൽ വെക്കപ്പെട്ടതുപോലെയാണ്. ഒരു പർവ്വതം, ഒരു മല അതെന്റെ ചുമലിൽ ഉള്ളതുപോലെയാണുള്ളത്. വകഅന്ന റൂഹി തഖ്റുജു മിൻ സുഖ്ബി ഇബ്റ, ഒരു സൂചിയുടെ ദ്വാരം, അതിലൂടെ ശ്വാസം എടുക്കാൻ സാധിക്കുന്ന അവസ്ഥ. സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹം പറയുന്നു, വകഅന്ന ഫീ ജൗഫി ശൗകത ഔസജിൻ, എന്റെ തൊണ്ടയിൽ, എന്റെ ആമാശയത്തിൽ മുള്ളുകൾ ഇറക്കി വെച്ചതുപോലെയാണുള്ളത്. വകഅന്ന സമാഅ ഉത്ബിഖത് അലൽ അർദ് വഅന ബൈനഹുമാ, ആകാശം ഭൂമിയുടെ മുകളിലേക്ക് പതിച്ചു, ഞാൻ അതിന്റെ ഇടയിൽ പെട്ടതുപോലെയാണുള്ളത്. സുബ്ഹാനല്ലാഹ്. മരിക്കുന്ന സമയത്ത് സഹാബത്ത് പറഞ്ഞു കൊടുത്തതാണിത്. എന്താണ് അവസ്ഥ? ഒരു പർവ്വതം ചുമലിൽ വെക്കപ്പെട്ടതുപോലെ. ശ്വാസം കഴിക്കുന്നത് സൂചിയുടെ ദ്വാരം എത്ര ചെറുതാണ്, ഒരു തുന്നുന്ന സൂചിയുടെ ദ്വാരത്തിലൂടെ ശ്വാസം പോകുന്നത് പോലെ അത്രയും പ്രയാസകരമാണ് ശ്വാസം എടുക്കാൻ. അതുപോലെ മുള്ളുമരം അത് തൊണ്ടയിലേക്ക് ഇറക്കി വെച്ചതുപോലെയാണ്. ആകാശഭൂമികൾക്കിടയിൽ പെട്ടതുപോലെയാണ്. ആകാശം ഭൂമിയുടെ മുകളിലേക്ക് പതിച്ചപ്പോൾ സഹോദരങ്ങളെ, മരണം അതിൻ്റെ വിശേഷണം ചുരുങ്ങിയ രൂപത്തിൽ സഹാബത്ത് നമുക്ക് അറിയിച്ചു തരികയാണ്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ മൗത, തീർച്ചയായും മരണം, കശജറത്തി ശൗകിൻ ഉദ്ഖിലത് ഫീ ജൗഫി ഇബ്നി ആദം, മരണമെന്നാൽ ആദമിന്റെ പുത്രന്റെ മനുഷ്യന്റെ തൊണ്ടയിലേക്ക് ഒരു മുൾ ചെടി ഇറക്കി വെച്ചതുപോലെയാണ്. എന്നിട്ടോ ഫഅഖദത് കുല്ലു ശൗകത്തിൻ ബിഇർഖിൻ മിൻ, ആ ചെടി
ശരീരത്തിലെ ഞരമ്പുകളിലെല്ലാം അത് വ്യാപിച്ചു. ثم جذبها رجل شديد القوى. എന്നിട്ട് ശക്തനായ ഒരു മനുഷ്യൻ അത് പുറത്തു നിന്ന് വലിക്കുകയാണ്. فقطع منها ما قطع وابقى ما ابقى. ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് വന്നത് വന്നു, അവിടെ ബാക്കിയായത് ബാക്കിയായി. അത്രയും പ്രയാസകരമാണ് മരണമെന്ന് സഹോദരങ്ങളെ സഹാബത്ത് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇത് മുഅ്മിനീങ്ങളാണ് ഇത് പറയുന്നത്. മുഅ്മിനിന് പോലും മരണസമയത്ത് ഈ രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാകും എന്ന് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. ഇനി സഹോദരങ്ങളെ, കാഫിറും ഫാജിറുമായ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനായ കാഫിറും ഫാജിറും അവന്റെ അവസ്ഥ എന്താണ്? അവനിലേക്ക് അതാ മലക്കുകൾ ഇറങ്ങി വരുന്നു. സൂദുൽ വുജൂഹ്, ഇരുണ്ട മുഖമുള്ള മലക്കുകൾ. മഅഹുമുൽ മുസൂഹ്, അവരുടെ കയ്യിൽ നരകത്തിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലുള്ള കഫൻ പുടവയാണുള്ളത്. അങ്ങനെ ഇയാളുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് ഇയാളോട് പറയും, അയ്യതുഹൻ നഫ്സുൽ ഖബീസ, വൃത്തികെട്ട ആത്മാവേ പുറത്തേക്ക് വരൂ. ഉഖ്റുജി ഇലാ സഖതിൻ മിനല്ലാഹി വഗളബ്, അള്ളാഹുവിന്റെ കോപത്തിലേക്കും അവന്റെ ദേഷ്യത്തിലേക്കും പുറത്തേക്ക് വരിക എന്നാണ് പറയുക. മുഅ്മിനിനോട് നേരെ തിരിച്ചാണ്. ഉഖ്റുജി ഇലാ മഗ്ഫിറതിൻ മിനല്ലാഹി വറിദ്വാൻ, പാപമോചനത്തിലേക്കും റബ്ബിന്റെ തൃപ്തിയിലേക്കും വരൂ എന്ന മുഅ്മിനിനോടുള്ള വാക്കാണെങ്കിൽ കാഫിറിനോടും ഫാജിറിനോടും ഇങ്ങനെയാണ് പറയപ്പെടുക. അപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് വരിക പ്രകാരമാണ്. ഫതുഫറഖു ഫീ ജസദിഹി ഫയൻതസിഉഹാ കമാ യുൻതസഉ السفود من الصوف المبلول. നാല് ഭാഗത്ത് ചീർപ്പ് രൂപത്തിലുള്ള ദണ്ട് അത് ഒരു പന്നിക്കെട്ടിലേക്ക് ഇറക്കി വെച്ചു, അഥവാ നനഞ്ഞ ഒരു പന്നിക്കെട്ടിലേക്ക്. എന്നിട്ട് അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് കാഫിറിന്റെ ആത്മാവ് പുറത്തേക്ക് വരുമ്പോൾ ഉള്ള അവസ്ഥ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവെപ്രാളത്തെ കുറിച്ച് നമ്മെ അറിയിക്കുകയാണ്. ഈ മരണത്തിന്റെ വെപ്രാളം, ഈ സക്കറാത്ത്, അത് നമ്മെ കാത്തിരിക്കുകയാണ്. നാം ഓരോരുത്തരും അനുഭവിക്കേണ്ട, കാണേണ്ട കാഴ്ചകളാണ് ഈ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടത്. സഹോദരങ്ങളെ, ദുനിയാവിൽ അള്ളിപ്പിടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിങ്ങനെ താളം തെറ്റി മുന്നോട്ട് പോകുമ്പോൾ നമ്മെ ഉപദേശിക്കാൻ ഏറ്റവും നല്ല ഉപദേശകൻ മരണമാണ്. മരണമാണ് നമ്മെ ഏറ്റവും നന്നായി ഉപദേശിക്കുക. അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ചും മരണസമയത്ത് നാം കാണേണ്ട കാഴ്ചകളെക്കുറിച്ചും നാം ഗൗരവത്തിൽ ഓർമ്മിക്കേണ്ടവരാണ്.